മീഡിയയിൽ ഇപ്പോൾ പ്രധാന ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് സജ്ന നൂർ, ദിയ സന, റസൂൽ പൂക്കുറ്റി, ഫിറോസ് ഖാൻ എന്നീ ടീമുകളെ കുറിച്ചുള്ള വിവാദങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ സജ്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ പലരും ഇതേക്കുറിച്ച് ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും ഇപ്പോഴിതാ സജ്ന നൂർ, റസൂൽ പൂക്കുറ്റി വിവാദവുമായി ബന്ധപ്പെട്ട് സജ്നയുടെ ഒരു ഓഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സായി കൃഷ്ണ. റസൂൽ പൂക്കുറ്റി തന്നെ ചതിച്ചുവെന്നും ഉപദ്രവിച്ചുവെന്നും സുഹൃത്തുക്കളായ ദിയയോടും ആൻമേരിയോടും സജ്ന പരാതി പറയുന്നതാണ് പുറത്തു വന്ന ഓഡിയോയിൽ ഉള്ളത്. കുടുംബത്തോടൊപ്പം ജീവിക്കാൻ റസൂൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 3 കോടി രൂപ തന്ന് റസൂൽ തന്നെ സെറ്റിൽ ചെയ്താൽ മാത്രമേ സമ്മതിക്കൂ എന്നും സജ്ന നൂർ പുറത്തു വന്ന ഓഡിയോയിൽ പറയുന്നുണ്ട്. ഓഡിയോയിൽ സജ്ന പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ അയാൾ ഉപദ്രവിച്ചു, പറ്റുമെങ്കിൽ ഇവിടെയുള്ള മീഡിയക്കാരെ നീ അറേഞ്ച് ചെയ്യൂ. അയാളെ വലിച്ചു കീറണം. എനിക്ക് എന്റെ ലക്ഷ്യം അതാണ്. എന്തൊക്കെ സാധനങ്ങൾ എന്റെ കയ്യിലുണ്ടെന്ന് അറിയാമല്ലോ. അയാൾ നമ്മൾ വിചാരിച്ചത് പോലെയുള്ള ആളല്ലെന്ന് അന്നമ്മയെന്നും പറയുന്നുണ്ട്. പ്രായമുള്ള ആൾക്കാരെ പോലും വിട്ടിട്ടില്ല. എല്ലാ തെളിവുകളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എത്രയെന്ന് കരുതിയാണ് എത്ര പെണ്ണുങ്ങളെയാണ് ഞാൻ വിളിച്ച് പറയേണ്ടത്? ഇത്രയും കാലം അയാളുടെ മൊബൈൽ ഞാൻ എടുത്ത് നോക്കിയിരുന്നില്ല. ഇന്നാണ് എടുത്തു നോക്കിയത്. എന്റെ ചങ്ക് പൊട്ടുകയാണ്. അയാൾക്ക് അയാളുടെ കുടുംബമാണ് വേണ്ടതെങ്കിൽ 3 കോടി രൂപ അയാൾ ഇന്നെനിക്ക് ഇവിടെ കൊണ്ടുതരണം. എനിക്ക് പൈസ മതി. എനിക്ക് ഇനി അയാളെ വേണ്ട. എന്റെ കുഞ്ഞുങ്ങളുമായി ഹാപ്പിയായി ജീവിക്കണം. ദൈവമായിട്ട് ഞാൻ എല്ലാം കണ്ടത്. എനിക്ക് എന്ത് നഷ്ടം വന്നാലും കുഴപ്പമില്ല. ലോകം മുഴുവൻ അറിയണം ഇയാൾ എന്താണെന്നുള്ളത്. ഇവന്റെ കയ്യിൽ ഉടായ്പുണ്ടെന്ന് ഫിറോസ് വരെ പറഞ്ഞിട്ടുള്ളതാണ്. അകത്ത് പോയി കിടന്നാലും കുഴപ്പമില്ല. എന്റെ കുഞ്ഞുങ്ങളെ സേഫ് ആക്കിയിട്ടേ ഞാൻ പോവുകയുള്ളൂ. ഡിവോഴ്സ് ആകാത്തത് പ്രശ്നമായാലും എനിക്ക് വിഷയമില്ല. അയാളുടെ കൂടെ എനിക്കൊരു ജീവിതം ഇനിയില്ല. നിയമപരമായി ഞാൻ പോകുന്നില്ല. മീഡിയയും മറ്റും വിളിച്ചുകൂട്ടി പറയാനാണ് ഞാൻ പോകുന്നത്. പിരിഞ്ഞു താമസിക്കുന്നവർ റിലേഷൻ ഉണ്ടാകുന്നു, അതിന് എന്താണ് കുഴപ്പമെന്നും സജ്ന ചോദിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പുറം ലോകം അറിഞ്ഞാൽ ജീവിതത്തെ സാരമായി ബാധിക്കുമെന്ന് സുഹൃത്തുക്കൾ ഉപദേശിക്കുന്നുമുണ്ട്. സജ്ന അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റസൂലിനുമായി റിലേഷനിലാണ് സജ്ന നൂർ. അതിനിടയിലാണ് ഫിറോസുമായുള്ള വേർപിരിയൽ സംഭവം ഉണ്ടാകുന്നത്. 2 വിവാഹത്തിൽ നിന്നായി 2 മക്കൾ സജ്നയ്ക്കുണ്ട്. അവരുടെ സംരക്ഷണവും സജ്ന തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. റസൂലുമായുള്ള ബന്ധത്തിൽ സജ്ന 2 തവണ ഗർഭിണിയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ആദ്യം പറയുന്നത്. ആദ്യ ഗർഭിണിയായിരുന്നുവെങ്കിലും പിന്നീട് ആ കുഞ്ഞിനെ സജ്നയ്ക്ക് നഷ്ടമാവുകയായിരുന്നു. റസൂലുമായുള്ള ഒരു ഫോൺ സംഭാഷണത്തിലൂടെ ഇക്കാര്യങ്ങളെല്ലാം സജ്ന തന്നെ ഒരിക്കൽ പറയുകയും ചെയ്തിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ റസൂൽ തനിക്ക് ദൈവതുല്യനാണെന്നാണ് സജ്ന പറഞ്ഞിരിക്കുന്നത്. വൃത്തികെട്ട കുഴിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ആളാണ് റസൂലിക്ക. എനിക്ക് വർക്കില്ലാതിരുന്ന സമയത്ത് എനിക്കും മക്കൾക്കും ചെലവിന് പണം തന്നിരുന്നു. അയാൾ എനിക്ക് ദൈവതുല്യനാണ്. അദ്ദേഹം എന്റെ ആരാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. കാമുകനാണോ സഹോദരനാണോ വാപ്പയാണോ എന്നൊക്കെ എനിക്ക് പറയാൻ അറിയില്ല. എന്റെ ദൈവമാണോ എന്നും അറിയില്ല. അത്രത്തോളം എന്നെ മക്കളെയും അദ്ദേഹം സംരക്ഷിച്ചിട്ടുണ്ട്. വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം എന്നാണ് ആ അഭിമുഖത്തിൽ സജ്ന പറഞ്ഞിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സജ്ന പറഞ്ഞ ഒരു കാര്യമാണ് ദിയ സന MDMA ഉപയോഗിച്ചു എന്ന ആരോപണം. ലഹരി മരുന്ന് കൊടുക്കുവാൻ പ്രേരിപ്പിച്ചുവെന്നും അവർ പറയുന്നുണ്ട്. ഞാൻ 3 കോടി മേടിച്ച് സെറ്റിലായെന്ന് പറയുന്നുണ്ടല്ലോ ചിലർ. അതിന്റെ തെളിവ് കൊണ്ടുവന്നാൽ അവർക്ക് ഞാൻ 2 കോടി കൊടുക്കാമെന്നും സജ്ന പറയുന്നുണ്ട്. അതും ഞാൻ ചലഞ്ച് ചെയ്യുന്നുവെന്നും എന്റെ ഏതെങ്കിലും അക്കൗണ്ടിൽ ഇത്രയും പൈസ വന്നു എന്ന് തെളിയിക്കണമെന്നും സജ്ന പറയുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് സായി കൃഷ്ണ ഓഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. തന്ത തള്ള വൈബിൽ ഇരിക്കുന്നവർക്ക് എന്തിനാണ് ഇത്രയും ടോക്സിസിറ്റി വൈബ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്നും പൈസയും ഫെയിമും എല്ലാം ഇല്ലേ എന്നും ഇവരുടെയൊക്കെ മക്കളെ ആലോചിച്ചാണ് തനിക്ക് വിഷമമെന്നും സായി കൃഷ്ണ പുതിയ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. റസൂലുമായുള്ള ബന്ധത്തിലൂടെ സജ്ന എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും സജ്നയുമായുള്ള ബന്ധത്തിലൂടെ റസൂൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഇത്രയും നാൾ കൊണ്ട് ഏറെക്കുറെ മലയാളികൾക്ക് മനസ്സിലായി കഴിഞ്ഞു. റസൂലിൽ നിന്ന് ഒരുപാട് ഉപദ്രവം അനുഭവിച്ച ശേഷം ആൻമരിയ, ദിയ സന എന്നിവരോട് അക്കാര്യങ്ങൾ സജ്ന വിളിച്ചു പറയുന്നുമുണ്ട്. സജ്നയെ റസൂൽ ചീറ്റ് ചെയ്തു എന്നും 3 കോടി വാങ്ങി സെറ്റിൽമെന്റ് ചെയ്യാമെന്നും റസൂലിന്റെ കാര്യത്തിൽ സജ്ന ദിയയോടും ആൻമേരിയോടും പറയുന്നുണ്ട്. ഇതൊക്കെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യേണ്ട കാര്യമാണോ? ഫിറോസ് സജ്ന കുറ്റപ്പെടുത്തി ആദ്യം സംസാരിച്ചിരുന്നില്ല. റസൂലിനെ ലക്ഷ്യം വെച്ചായിരുന്നു സംസാരിച്ചു തുടങ്ങിയിരുന്നത്. റസൂലുമായി തെറ്റിയ ശേഷം അക്കാര്യങ്ങൾ പുറം ലോകം അറിയണമെന്ന് സജ്നയ്ക്ക് തോന്നി. അങ്ങനെ പലപ്പോഴായി ഫോട്ടോകളും സ്റ്റോറികളും മറ്റുമിട്ടു. അവസാനം ഇത് ഹാക്കായി എന്ന രീതിയിലേക്ക് വരെ എത്തി കാര്യങ്ങളെല്ലാം. സുഹൃത്തുക്കളായ ആൻമേരിയെയും ദിയാസനെയും ശത്രുപക്ഷത്താണ് ഇപ്പോൾ സജ്ന കാണുന്നത്. റസൂലിന് അമ്മയുടെ പ്രായമുള്ളവരുമായി വരെ ബന്ധമുണ്ടെന്ന് സജ്ന പറയുന്നുണ്ട്. സജ്നയുടെ ലൈഫിൽ പേഴ്സണലായ ഒരു കാര്യവുമില്ല. സജ്നയുടെ വിഷയം സജ്നയുടെ നാക്കാണ്.
സിറ്റുവേഷൻ ഓവർകം ചെയ്യണമെന്ന ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നുണകൾ പറയുമ്പോൾ അത് പൊളിഞ്ഞു വീഴും. ഇവരുടെയൊക്കെ പാസ്റ്റ് ഹിസ്റ്ററിയെ കുറിച്ച് ഒന്നും പറയാനില്ല. റിയൽ ഗെയിം റസൂൽ പൂക്കുറ്റിയാണ്. ടോക്സിക് വേൾഡ് ആണ് അയാളുടേത്. തള്ള വൈബിൽ ഇരിക്കുന്നവർക്ക് എന്തിനാണ് ഇത്രയും ടോക്സിക് വൈബ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പൈസയും ഫെയിമും എല്ലാം ഉണ്ട്. ഇവരെയൊക്കെ മക്കളെ ആലോചിച്ചാണ് എനിക്ക് വിഷമം തോന്നുന്നത്. എന്തൊരു ടോക്സിക് എൻവയോൺമെന്റ് ആണ് ഇവരുടേത്. തന്റെ ആദ്യത്തെ ബന്ധത്തിലുള്ള മകളോട് ഫിറോസ് ഖാൻ ടോക്സിക് ആയി പെരുമാറിയെന്ന് സജന പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ എന്തിന് ഇത്രയും കാലം ഫിറോസിനൊപ്പം കഴിഞ്ഞു? നേരത്തെ ഒഴിവാക്കി പോയിക്കൂടായിരുന്നു? ഇൻഡസ്ട്രിയിലേക്ക് ചുവടുവെക്കാനുള്ള ഒരു സ്റ്റെപ്പ് സ്റ്റോൺ മാത്രമായി ഫിറോസിനെ സജന കണ്ടതുപോലെയാണ് തോന്നുന്നത്. ഫിറോസ് സജനയ്ക്ക് എന്തിനായിരുന്നുവെന്ന് സജന പറയണമെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 3 കപ്പിൾസ് ആയിട്ടാണ് സജനയും ഫിറോസും പങ്കെടുക്കുന്നത്. എന്നാൽ അധികകാലം ഷോയിൽ തുടരാൻ സാധിച്ചില്ല. ഷോയുടെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് പുറത്താവുകയായിരുന്നു ഇരുവരും. ബിഗ് ബോസിന് ശേഷമാണ് സീരിയലുകളിൽ സജന കൂടുതലായി സജീവമായി തുടങ്ങിയത്. ആ സമയത്ത് സജന ഫിറോസ് ദമ്പതികൾക്ക് ഏറെ ആരാധകരും ഉണ്ടായിരുന്നു. റസൂലുമായി സജന പ്രണയത്തിലായ ശേഷമാണ് ഫിറോസുമായി വേർപിരിഞ്ഞതെന്ന് റിപ്പോർട്ടുകളുണ്ട്. റസൂൽ പൂക്കുറ്റി വിവാഹിതനും 2 മക്കളുടെ പിതാവുമാണ്. സജനയ്ക്കും 2 വിവാഹത്തിലായി 2 മക്കളുണ്ട്. തന്റെ മകനെ തനിക്ക് വേണമെന്ന ആവശ്യവുമായി ഫിറോസ് രംഗത്തെത്തിയിട്ടുണ്ട്. ഫിറോസിനും ആദ്യ വിവാഹത്തിൽ ഒരു മകളുണ്ട്.